യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ വിതക്കാരൻ്റെ ഉപമയിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, വിത്ത് ദൈവത്തിൻ്റെ വചനം. അടുത്തത്, വിത്ത് വിതറിയപ്പോൾ ചിലത് വഴിയരികിൽ വീണു. ഈ രണ്ട് കാര്യങ്ങളുടെയും ആത്മീയ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം വിതറാനുള്ളതാണ്, വിതയ്ക്കാനുള്ളതാണ്. അത് വിതയ്ക്കുമ്പോൾ അത് നിലത്ത് വീണ് ആ വിത്ത് കിളർക്കുവാൻ തുടങ്ങും എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് വീഴുന്നത്, നമ്മളിലേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഓരോരുത്തരും പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പലപ്പോഴും ആ അവസ്ഥയ്ക്കനുസരിച്ചാണ് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നത്. ആ അവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ അവസ്ഥ, അതായത് വഴി സമാനമായ വ്യക്തികൾ, ആളുകൾ, അവരുടെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇന്ന് നമ്മൾ പാറസ്ഥലത്ത് വീണ വിത്തിനെക്കുറിച്ചാണ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ, എങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് ഇടുവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് എന്ന് പരിശോധിക്കേണ്ടതാണ്. പാറസ്ഥലത്ത് വീഴുന്ന വിത്തിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. പാറമേലുള്ളവരോ കേൾക്കുന്നവർ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. പല ആളുകൾക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വളരെ സന്തോഷമാണ്. അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നു. അവർ സന്തോഷം കൊണ്ട് വളരെയധികം തുള്ളിച്ചാടുന്ന അനുഭവങ്ങളുണ്ട്. വചനം കേട്ട് കഴിയുമ്പോൾ ജീവിതത്തിൽ ധാരാളം പ്രതീക്ഷകൾ കടന്നു വരുന്നു. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ അവസ്ഥകളെ വ്യത്യാസപ്പെടുത്തും. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതേസമയം തന്നെ അവിടുത്തെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് പാറസ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അടിയിൽ മുഴുവൻ പാറയാണ്, മുകളിൽ ചെറിയൊരു കനത്തിൽ മാത്രമേ മണ്ണുള്ളൂ. ആ വിത്ത് ആ മണ്ണിൽ വീണ ഉടനെ അത് കിളിർക്കുന്നു. കാരണം അവിടുത്തെ ആ ഊഷ്മളമായ അവസ്ഥ, അല്പം ചൂടുള്ളത് വിത്തിന് വളരെ നല്ലതാണ്. പെട്ടെന്ന് അത് കിളിർക്കുവാനിടയായിത്തീരും. അതിൻ്റെ ആ കിളിർപ്പ് കാണുമ്പോൾ, സന്തോഷം കാണുമ്പോൾ, ആ വിത്ത് മുളച്ച് ആരോഗ്യത്തോടെ വരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട്. വേരില്ല എന്ന് പറഞ്ഞാൽ വേരിറക്കാൻ കഴിയത്തില്ല. കാരണം ആഴമുള്ള മണ്ണ് അവിടെയില്ല. എന്നിട്ടിവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, അവർ തൽക്കാലം വിശ്വസിക്കുന്നു. തൽക്കാലം വചനത്തെക്കുറിച്ച് വിശ്വാസമുണ്ട്, വചനം പ്രവർത്തിക്കും. പക്ഷേ പരീക്ഷാ സമയം വരുമ്പോൾ അവർ പിൻവാങ്ങിപ്പോകുന്നു. ജീവിതത്തിലെ പരീക്ഷകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ജീവിതത്തിൽ ധാരാളം പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആ പരീക്ഷകളിൽ വിജയിക്കുവാൻ ഈ വചനം പോരാ എന്നുള്ള ഒരു ചിന്ത വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളിൽ വേരില്ലാത്തതുകൊണ്ട്. ഇന്ന് ഞാൻ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വേര് എന്ന് പറയുന്നത്. ദൈവവചനം നമ്മളിൽ ആഴത്തിലിറങ്ങേണ്ടത് ആവശ്യമാണ്. ഉപരിതലത്തിൽ മാത്രമല്ല, കേവലം സന്തോഷിക്കുക മാത്രമല്ല, ആഴങ്ങളിലേക്ക് ഈ വേരിറങ്ങേണ്ടതാണ്. ആഴങ്ങളിലേക്ക് വേരിറങ്ങുന്ന ഒരു സസ്യത്തിന് മാത്രമേ ഏത് കൊടുങ്കാറ്റിലും ഏത് കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ വേര് നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ സാധിക്കും? ആ വേര് പ്രാപിക്കണമെങ്കിൽ പാറസ്ഥലം എന്നുള്ള ആ അനുഭവം മാറണം. മറിച്ച് ഈ പാറകളെല്ലാം മാറ്റി ധാരാളം മണ്ണുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം. അത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഓരോ വ്യക്തികളെയും ദൈവം ഒരുക്കിയെടുക്കുക. ഒരു കർഷകൻ ഒരു ഭൂമി കാണുന്നു. അവൻ്റെ ഹൃദയത്തിൽ ധാരാളം പ്രതീക്ഷകളുണ്ട്. ഈ നിലം എത്രത്തോളം പാറകൾ നിറഞ്ഞതാണെങ്കിലും മുള്ളുകൾ നിറഞ്ഞതാണെങ്കിലും എത്രത്തോളം പ്രതികൂലമായ അവസ്ഥകൾ അവിടെ ഉണ്ടെങ്കിലും
താൻ ഹൃദയത്തിൽ കാണുന്നതായ ആ വിളവ്, ആ ഫലം അദ്ദേഹത്തെ ആ നിലത്ത് ജോലി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു. തൻ്റെ കയ്യിൽ പണിയായുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ നിലത്തെ ഒരുക്കിയെടുക്കാമെന്നുള്ള വലിയ ഒരു ഉറപ്പ് ഈ കർഷകനുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം ആ ഉറപ്പ് പ്രാപിക്കണം. എന്താണ്? എന്നെ ഒരുക്കിയെടുക്കുവാൻ യേശുവിന് കഴിയും. ദൈവകരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുവാൻ കർത്താവിന് സാധിക്കും. ഇന്ന് കേൾക്കുന്ന വചനം അത് പാറസ്ഥലത്ത് വീഴുന്നത് പോലെ ആകരുത്, മറിച്ച് നമ്മളിൽ ആഴത്തിൽ വേരറക്കുവാൻ ഇടയായിത്തീരണം. അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ കഴിയട്ടെ. അതെ, നിങ്ങളുടെ പാറസ്ഥലങ്ങൾ മാറി നല്ല നിലമായി തീരുവാൻ ഇന്ന് ഈ വചനത്തിനു മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് പരീക്ഷാ സമയങ്ങൾ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് അവർ ദൈവത്തിനു മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് അവരുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കിയെടുക്കുവാനും ധാരാളം ആത്മീയ നന്മകളാൽ നിറയപ്പെടുകയും കേൾക്കുന്ന വചനങ്ങൾ ആഴങ്ങളിലേക്ക് ഇറങ്ങി വേരൂന്നി അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം പ്രാപിപ്പാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത പ്രഭാതത്തിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ. Thank you for watching Morning Dew. Kindly tuned up for next day messages.